ഹായ് കൂട്ടുകാരെ, ഇത് കുട്ടനാട്ടിലെ ഒരു കല്യാണത്തിൻ്റെ തലേദിവസമാണ്. നല്ല ആഘോഷമാണ്, ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പരിപാടിയാണ്. ഡി ജങ്കാറയിലാണ് പിറ്റേ ദിവസം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് പോകാൻ വേണ്ടി അവരെ റെഡിയാക്കി നിർത്തിയേക്കുന്നില്ല. സ്പീഡ് ബോട്ട് ഉണ്ടോ, എന്തെല്ലാം വ്യത്യസ്തമാണ് അല്ലേ. നമ്മുടെയൊക്കെ ഇവിടെ നമ്മൾ കാറ് വാടകയ്ക്ക് എടുത്ത് അല്ലെ സ്വന്തം കാറൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോകുന്നു. പിന്നെ ഉണ്ടോ, ഇവർ പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു മോട്ടോർ ബോട്ട് കിടക്കുന്നുണ്ടോ. ആ ബോട്ടിൽ കുറച്ച് ആളുകൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് എടുക്കരുത്. 4-5 പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ തുടങ്ങിയിട്ട്. ആ സ്പീഡ് ബോട്ട് പതുക്കെ അങ്ങോട്ട് നീങ്ങുവാണ്. അന്നേരം നമ്മൾ നിൽക്കുന്നത് വലിയൊരു ജങ്കാറിൻ്റെ മുകളിലോട്ടോ. എനിക്ക് അതിൻ്റെ ആദ്യം വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല എന്നുള്ള സത്യം. വലിയൊരു ജങ്കാറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ. ഇനി പതുക്കെ നമ്മൾ ബോട്ട് തിരിച്ചുകൊണ്ട് പോവാം. ഈ ജങ്കാറിൽ ഏകദേശം ഒരു 150-200 പേര് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ വലിയ ലോഡ് കയറ്റുന്ന ജങ്കാറുണ്ടോ. ഇത് ജങ്കാറിൻ്റെ ആഘോഷമാണ്. ജങ്കാറിൻ്റെ മേളിൽ ആൾക്കാർ നിൽക്കുന്ന വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഒരു 10-200 പേര് കാണും ആ ജങ്കാരത്ത് ഉണ്ടോ. വെളിയിൽ നിൽക്കുന്ന ആൾക്കാരത് അന്നേരം വീഡിയോ എടുക്കുക. ഇത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. വല്ലാത്ത ഭയങ്കര അനുഭവം ഇതൊക്കെ. കുട്ടനാട്ടിലെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളിനി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ആ സമയത്ത് ചെറുക്കനെയും പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി ബാൻഡ് മേളമൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നിരിക്കും കേട്ടോ.